അവരുടെ അനൗൺസ്മെൻറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു മര്യാദയും നീതിയും ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അത്തരത്തിലുള്ള പ്രതീക്ഷ ആദ്യം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എം സ്വരാജിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് നിലമ്പൂരിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണ രീതിയാണ്. എം സ്വരാജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അവിടെ നിലമ്പൂരിൽ UDF പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ചാരൻ എന്നുവരെ എം സ്വരാജിനെ വിളിച്ചുകൊണ്ടാണ് അവർ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് പരസ്യമായിട്ട് പച്ചയ്ക്കുമാണ് അത്തരം ഡയലോഗുകൾ UDF പ്രചാരണം നടത്തുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴാണ് എം സ്വരാജിന് അങ്ങനത്തെ ഒരു മറുപടി പറയേണ്ടി വന്നത്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പേടിക്കാതെ UDF എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. വളരെ സുപ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് എം സ്വരാജ് വരുന്നതിന് മുൻപ് വരെയുള്ള UDF പ്രചാരണ രീതിയും എം സ്വരാജ് വന്നതിന് ശേഷമുള്ള UDF പ്രചാരണ രീതിക്ക് അത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. വെൽഫെയർ പാർട്ടിയുമായിട്ട് വരെ അവർക്ക് ബന്ധം പരസ്യമാക്കേണ്ടി വന്നു. ആ ലെവലിലോട്ട് UDF താന്നു, കോൺഗ്രസ് താന്നു എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ഇതുപോലത്തെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് വടകരയിൽ നമ്മൾ എന്താണോ കണ്ടത് അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഇപ്പോൾ നിലമ്പൂരിൽ കോൺഗ്രസ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വടകരയിൽ വിജയിച്ചത് നിലമ്പൂരിൽ വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഗ്രൗണ്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എം സ്വരാജിന് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഈ പ്രചരണത്തിന് UDF അനൗൺസ്മെന്റിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ഇന്നലെ VK സനോജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനെതിരെ യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ച് ശബരിമലയിലെ സ്ത്രീകളെ കേട്ടാൽ നിലപാട് സ്വീകരിച്ച ആളെന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യ അനൗൺസ്മെന്റ് പോകുന്നു പറയുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതെന്റെ ശ്രദ്ധയിൽ ചിലർ പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ചാരൻ എന്നാണ് പോലും പറയുന്നത്. രാജ്യദ്രോഹിയായ പാകിസ്ഥാൻ ചാരൻ എന്നാണ് പറയുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ പരസ്പരമുള്ളൊരു ജനാധിപത്യ മര്യാദയൊക്കെ അനുസരിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങളും വ്യക്തിഹത്യാ രീതികളും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോഴാണ് ജനാധിപത്യം ഒന്ന് ശക്തിപ്പെടുക. അവരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ചാരൻ വിളിച്ചാൽ നമ്മൾ ചാരനാകും. പക്ഷെ അതൊരു മര്യാദയുടെ പ്രശ്നമാണ്, ഒരു ജനാധിപത്യ മര്യാദയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മുടെ എതിരാളികൾക്ക് മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അവർ അസ്വസ്ഥരാണ്, വല്ലാതെ ഒരു ഭയപ്പെടുന്നുവെന്നാണ്. എനിക്കവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജനങ്ങൾ കാര്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കാൻ കെൽപ്പുള്ളവരാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. തീരുമാനിക്കും, അവർ വിധി എഴുതും. നിങ്ങൾ ഇങ്ങനെ പേടിക്കാൻ, ഈ പറയുന്ന ചാരനായിട്ടായാലും എന്തായിട്ട് മുദ്ര കുത്തിയാലും അനൗൺസ്മെന്റിലൂടെ പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും, UDF സ്ഥാനാർത്ഥിക്കെതിരെ അത്തരത്തിലുള്ള ഒരു പരാമർശവും ഞങ്ങളുടെ അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ നിന്നോ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നവരുടെ പ്രസംഗങ്ങളിൽ നിന്നോ ഉണ്ടാവില്ല. ആ കാര്യം എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും. അവർക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ എന്തും തുടരാവുന്നതാണ്. അവരുടെ അനൗൺസ്മെന്റ് ഏതെങ്കിലും തരത്തിൽ ഒരു മര്യാദയും നീതിയും ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അത്തരത്തിലുള്ള പ്രതീക്ഷ ആദ്യം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കതൊരു തമാശയായിട്ട് എടുത്ത് തള്ളിക്കളയാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു.